എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് യൂണിഫോം കോട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റായി നേരത്തെ ഇട്ടിരുന്നു. അതിൽ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ട് വീണ്ടും ഇടുകയാണ്. ഇത് ഹൈസ്കൂൾ കുട്ടികൾക്കുള്ള കോട്ടാണ്. വീതിയുള്ള പാൻറ് തുണിയാണ് എടുത്തിരിക്കുന്നത്, 1 മീറ്റർ. അപ്പോൾ ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇടുക. ഇത് നല്ല വശമാണ്, ഇതാണ് ചീത്ത വശം. എപ്പോഴും ചീത്ത വശത്താണ് മാർക്കിംഗ് വരിക. അപ്പോൾ ഇതിലേക്ക് ഫ്രണ്ട് പട്ടി 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. 3.25 ഇഞ്ച് കിട്ടുന്നത് എങ്ങനെയെന്ന് പിന്നീട് പറയാം. ഇനി അതൊന്ന് സ്കെയിൽ വെച്ച് നേരെ വരയ്ക്കാം. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വരയിടാം. ഷോൾഡർ ഡൗൺ 1 ഇഞ്ച് കൊടുക്കുക. അതൊന്നും ഇങ്ങനെ വരച്ചിടുക. നെക്കിൻ്റെ അകലം 2.25 ഇഞ്ച് കൊടുക്കാം. താഴേക്ക് 3.25 ഇഞ്ച്, 1 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. നെക്ക് വീതി എത്രയാണോ അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് പട്ടിക്ക് കൊടുക്കേണ്ടത്. ആർമോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് 22 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതിനുശേഷം 22 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ 1.5 ഇഞ്ച് മടക്കി അടിക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് വരച്ചെടുക്കാം. ഷോൾഡർ 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ 7 ഇഞ്ചിൽ നിന്ന് താഴോട്ട് നേരെ വരയ്ക്കാം. ഇനി നെക്ക് റൗണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് മുകളിലേക്ക് 3.5 ഇഞ്ച് ഓപ്പൺ മാർക്ക് ചെയ്യാം. അതുപോലെ ഷേപ്പ് ഇവിടെ നിന്ന് ഒരു 13.5 ഇഞ്ച് താഴോട്ട് കൊടുക്കാം. അതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 32 ഇഞ്ചാണ്. അതിൻ്റെ 4/1 8 ഇഞ്ച്, 1.5 ഇഞ്ച് ലൂസിന് കൊടുക്കണം. 1 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ ഷേപ്പിൽ ഒരു 1/2 ഇഞ്ച് കുറച്ച് 9 ഇഞ്ച് കൊടുക്കാം. 1 ഇഞ്ച് തയ്യത്തുമ്പ് ഇടാം. ഇതിലൊരു ടെക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് 9 ഇഞ്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 8 ഇഞ്ച് കൊടുത്താൽ മതിയാവും. ചെസ്റ്റ് 9.5 ഇഞ്ച്. ഇവിടെ ഹിപ്പിൽ ഒരു 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കാം, 10 ഇഞ്ച്. അത് ഈ ഓപ്പണിൻ്റെ അവിടെയാണ് ഇടേണ്ടത്. ഇനി അതൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ ബോട്ടത്തിൽ ഒരു 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കാം, ഇങ്ങനെ മുകളിലേക്ക്. ഇനി ഇതിന് ടെക്ക് മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് പട്ടിയിൽ നിന്ന് അതൊന്ന് വരച്ചെടുക്കാം. ഷോൾഡറിൽ നിന്ന് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഒരു 6.25 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ടെക്കിൻ്റെ വീതി 1 സെൻറ്റിമീറ്റർ 2 സൈഡിലും കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. ടെക്കിൻ്റെ 4 ഇഞ്ച് താഴെ ഇങ്ങനെ വരച്ചെടുക്കുക. പട്ടിയിൽ നിന്ന് ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. പോക്കറ്റ് 4.5 ഇഞ്ച് വയ്ക്കാം. വീതി 1/2 ഇഞ്ച് മതി. ഇനി ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആർമോൾ വരച്ചെടുക്കാം. ഇവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ കര ഒഴിവാക്കുക. എന്നിട്ട് ഈ സ്കെയിൽ വെച്ചിട്ട് അതിങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ചെറുതായി കട്ട് ചെയ്യാം. ഇനി ഇവിടെ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. അതിങ്ങനെ തിരിച്ചെടുക്കുക. ഇവിടെ ഹോൾഡിംഗ് ഉള്ള ഭാഗമാണ്. ആവശ്യത്തിനുള്ള വീതി എടുക്കുക. ഇവിടെ ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് താഴെയാണ് ഈ ഫ്രണ്ട് പോർഷൻ വയ്ക്കേണ്ടത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് കുറച്ചാണ് വെക്കേണ്ടത് ബാക്ക്. നെക്ക് വീതി 2.25 ഇഞ്ച്, ഇറക്കം 1 ഇഞ്ച് മതി. ഇനി അതൊന്നിങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അളവെടുക്കുക. അതേ അകലം മേലെയും വയ്ക്കുക. എന്നിട്ട് അത് സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഇവിടെ ഒന്ന് വരച്ചിട്ട് അങ്ങനെ റൗണ്ടാക്കി എടുക്കുക. അപ്പോൾ ബാക്ക് ഇത്രയും വ്യത്യാസം വരും. ബാക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഇതിൽ ടക്ക് ഇട്ടതിന് ശേഷം പോക്കറ്റ് വെച്ചിട്ടുണ്ട്. 2 പോക്കറ്റാണ്. അപ്പോൾ പോക്കറ്റിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇനി ഇവിടെ 4 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കാം. ഇതുവരേക്കും. അതുപോലെ ഇവിടെ അടിക്കാം. അപ്പോൾ ഇത് 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ഈ അധികമുള്ള ഭാഗം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ഇവിടെയും ചെയ്യാം. ഇനി ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഒരു 1.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അവിടെ ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇവിടെ അതേപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇതുവരെ തയ്ച്ചിട്ട് കെട്ടിട്ട് നിർത്തുക. മുകളിലേക്ക് തയ്ക്കണ്ട. ഇനി അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ കോർണർ അടിമറിച്ചെടുക്കാം. അതിനുശേഷം ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കുക. ഇത് കോളർ അറ്റാച്ച് ചെയ്യാനുള്ള തയ്യത്തുമ്പാണ്. ഇവിടെ ഒരു തയ്യലിടാം. ബാക്ക് പീസ് ടക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കമഴ്ത്തിയിടുക. അതിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഒരു തയ്യലും കൂടി ഇടാം. ഇനി ഒന്ന് ഓവർലോക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഓവർലോക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർമോൾ അടിച്ചെടുക്കാം. അതിനിങ്ങനെ ഒരു തുണി എടുക്കുക. എന്നിട്ടിങ്ങനെ ക്രോസാക്കി മടക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് 1 ഇഞ്ച് വീതിയിൽ അത് മാർക്ക് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുത്ത് ജോയിൻ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിൽ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക.
അതിനുശേഷം ആർമോളിൻ്റെ നല്ല വശത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ തന്നെ തയ്ച്ചെടുക്കാം. ഇനി അതിൽ മേൽത്തൈലിടാം. എന്നിട്ട് അതിങ്ങനെ മടക്കുക. എന്നിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തൈലിടുക. അപ്പോൾ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും ഇതേപോലെ തയ്ക്കാം. അപ്പോൾ അവിടെയും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മടക്കി വയ്ക്കുക. എന്നിട്ട് കോളറിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. അത് ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വച്ചിട്ട് അളന്നെടുക്കുക. 7.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വരുന്ന ഒരു ക്യാൻവാസ് പീസ് എടുക്കുക. അതിങ്ങനെ രണ്ടാക്കി മടക്കി എടുക്കുക. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് 7.5 ഇഞ്ച് നീളം എടുക്കുക. അതിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്കുക. വീതി 3.25 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. കോളർ പോയിൻ്റ് 2.25 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ കോളറിൻ്റെ മേലെയും ഒരു 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യാം. അതൊന്ന് അളന്ന് നോക്കി കറക്റ്റ് ചെയ്യാം. ഒരല്പം കൂടെ കമ്മിയാക്കാനുണ്ട്, ഒരു 1/4 ഇഞ്ച്. അതൊന്ന് വരച്ചിട്ട് അവിടെ കട്ട് ചെയ്യാം. ഇനി ഇത് ഒരു തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒരു തയ്യലിടുക. ഇവിടെ അധികമുള്ള തുണി കട്ട് ചെയ്ത് കളയാം. ഇനി ഇതുപോലെ ഒരു തുണി എടുക്കുക. എന്നിട്ട് അതിൽ കോളർ ഇങ്ങനെ വച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിടുക. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ഇവിടെ അറ്റാച്ച് ചെയ്യാനും 1/4 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഇനി ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇത് അടിമറിച്ചെടുക്കുക. എന്നിട്ട് ഈ കോളർ പോയിൻ്റ് സൂചി കൊണ്ടൊന്ന് ക്ലിയർ ആക്കി എടുക്കാം. ഇനി ഇതിൽ മുകളിൽ സ്റ്റിച്ച് ഇപ്പോൾ അടിക്കുന്നില്ല, അത് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് അടിക്കുക. അപ്പോൾ ഇതിൻ്റെ കോളർ അറ്റാച്ച് ചെയ്യാം. ഇവിടെ നിന്ന് നല്ല വശത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് അടിക്കുക. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുക. അതിനുശേഷം ബാക്കിൽ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഇനി ഈ ഭാഗം ജോയിൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സൈഡിൽ 1/4 ഇഞ്ചിലൊരു തയ്യലിട്ടിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ കോളറിലൂടെ അടിച്ച് അടുത്ത എൻഡിൽ അവസാനിപ്പിക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്യാം. തയ്യത്തുമ്പോൾ 1 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഓപ്പൺ വരേക്കും വന്നിട്ട് കെട്ടിട്ട് നിർത്തുക. ഇതിൽ തയ്ച്ചെടുക്കാം. അടുത്ത സൈഡും അതേപോലെ അടിച്ചെടുക്കാം.
ഇവിടെ ഒന്ന് ഓവർലോക്ക് അടിച്ചെടുക്കാം. ഇനി ഓപ്പണിൻ്റെ ഭാഗത്ത് അടിക്കാം. ഇത് ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് അടിക്കും പോലെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ അടിച്ചെടുക്കാം. അടുത്ത സൈഡും അതേപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം അടിക്കാം. ബോട്ടത്തിന് 1.5 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം 1/2 ഇഞ്ച് മടക്കുക. അതിനുശേഷം 1 ഇഞ്ച് മടക്കിയിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ബോട്ടം 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബട്ടൺ വയ്ക്കാം. 3 ബട്ടണാണ് വയ്ക്കുന്നത്. ആദ്യത്തെ ബട്ടൺ 6.5 ഇഞ്ചിൽ വയ്ക്കാം. അതിനുശേഷം 3.5 ഇഞ്ചിലൊന്ന്, അടുത്ത 3.5 ഇഞ്ചിൽ അടുത്തത്. ബട്ടൺ ഹോളും ബട്ടണും തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.